കുറച്ച് ഫ്രണ്ടിലോട്ട് വരിക. അടിപൊളിയാണ് പടം, അതുപോലെ തന്നെ സൂപ്പറാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വന്ന് കണ്ട് പിന്നെ നല്ലൊരു സോങ്ങിനായിട്ട് ത്രൂ ആയിട്ടാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല സീനിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് അഭിനയിക്കാൻ വലിയ പിടുത്തമില്ല ബ്രോ, അതുകൊണ്ട് ഞാൻ എന്തായാലും അതിന് അഭിനയമൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്നെക്കാൾ നല്ലൊരു അഭിനയിക്കും. പിന്നെ അല്ല, പൊതുവെ നല്ലൊരു അഭിനയിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കാനൊന്നും ഇല്ല. സൂപ്പറാ അടിപൊളിയായിട്ട് കരയുടെ ഒരു സീനൊക്കെ ഉണ്ട് പടത്തിൽ. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് ഇമോഷൻസ് എന്ന് പറയുമ്പം മരിച്ച ആളുടെ ഇടയിലാണ് കുറെ ക്രൂസൊക്കെ ഉണ്ടല്ലോ. എന്നോട് ഒറ്റയ്ക്ക് തന്നെ എടുക്കണം, എല്ലാവരും വെയിലത്താണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അധികം ഡിലേ ആക്കാണ്ട് പേടിച്ച്, കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ കരയുന്ന സീനൊക്കെ എടുക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ വെയിലത്തോടൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഷൂട്ടിൽ ഓക്കെ ആയി. എന്ത് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എല്ലാ കഥയും ആൾക്കറിയാം. അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. നമുക്കറിയാലോ അതൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡിസിഷനാണ്. അപ്പൊ അത് തന്നെ അറിയാം എങ്ങനെയുള്ള പടം ചെയ്യണം, എങ്ങനെയുള്ള പടം ചെയ്യേണ്ടത്. പിന്നെ എന്താണെങ്കിലും എന്നോട് പറയും, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും നമ്മുടെ ആണുങ്ങളുടെ ഒരു മെന്റാലിറ്റി ആയിരിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. ഇപ്പോഴത്തെ ചുള്ളു പയ്യന്മാരുടെ മെന്റാലിറ്റി ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ല, അത് എല്ലാവരും ഡിഫറൻറ്റാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സഞ്ജു അമ്മയും കൊണ്ട് പടത്തിന് വരാത്തുണ്ട്. സഞ്ജുവിന്റെ അമ്മയും കൊണ്ട് പടത്തിന് വരാത്തുണ്ട്. ആലപ്പുഴയാണ്. അപ്പൊ അവർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേട്ടനും അച്ഛനും എല്ലാരും കൂടെ അവിടെ പോയിട്ടുണ്ട് കാണാൻ. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് കാണണ്ടേ, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ എല്ലാവരോടും വരുന്ന ഒരു